അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. ആ ഞാൻ മോളെ ചേർക്കാൻ വന്നതാ. ആയിക്കോട്ടെ തന്നു. ആധാറും ബർത്ത് സർട്ടിഫിക്കറ്റും പോരെ? ആധാറും ബർത്ത് സർട്ടിഫിക്കറ്റും മതി. മോളെ പേരെന്താ? മോളെ പേര് ഹിമ. ഹിമേ? ഹിമക്ക് എന്താ കുഴപ്പം? ഈ പേര് എനിക്കാരെ പറഞ്ഞത്? അതിൻ്റെ ചോയ്സാണ്. എടാ നമുക്കതിൻ്റെ അർത്ഥം എന്താ? അർത്ഥം ഇപ്പം മല കുന്ന്. മല കുന്നോ? ആ മല കുന്ന് കേട്ടിട്ടില്ലേ? ഹിമമഴയായി വരൂ. ആ ആ ആ ഇത് കുറെ മഴ പെയ്പ്പിക്കപ്പോ കാറ്റും മഴയൊക്കെ മാറ്റി ചെറുതോ. ഇവിടെ മലയും കുന്നെന്ന് അർത്ഥം വരുന്ന പേരും പിന്നെ കുട്ടിക്കിടാൻ പറ്റില്ല. എന്റെ ഉസ്താദ് വിളിക്കാൻ എളുപ്പത്തിൽ പേരിട്ടോ ഹിമ. അതിനെന്താ കുഴപ്പം? ഏയ് വിളിക്കാനുള്ള എളുപ്പത്തിനാണോ പേരിടില്ല നമുക്ക്? ഓ പൊന്നു ഉസ്താദെ, പിന്നെ എന്റെ ഇഷ്ടത്തിന് എന്റെ കുട്ടിന്റെ പേര് ഞാൻ അല്ലാതെ പിന്നെ ആരിടുക? എന്റെ പൊന്നു സുഹൃത്തേച്ച് ഇട്ടോ. ഈ മലയും കുന്നൊക്കെ എന്തിനാ പോണെന്ന്? അതിനിവിടെ ഇസ്ലാമികപരമായ പേരില്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെ പേരെന്താ? എന്റെ പേര് മുഹമ്മദ്. എടാ കുട്ടി, അതിനൊക്കെ അർത്ഥമുണ്ട്. അതൊക്കെ നബിന്റെ പേരാണ്. നിങ്ങൾ വിളിക്കലെന്താ? നിങ്ങള് വിളിക്കലെന്താന്ന്? അതിപ്പോ മഹമ്മദ് വിളിക്കും, മഹമൂലിനെ വിളിക്കും, മഹമുസ്താദ് വിളിക്കും. അതിനിപ്പോ എന്താ മഹമ്മദ് എന്ന്? ഈ മുഹമ്മദ് എങ്ങനെ മഹമ്മദായത്? സമാവാത്തും ബുറാക്കിലേറീം യഹറ്റം സാറഫോടെ റസൂലും പാരി. അതെ പറച്ചോനെ, ഞാൻ ചോദിച്ചുള്ള മറുപടി ഒരു ചിരിയിൽ അങ്ങനെ നൈസായിട്ട് ഒതുക്കാന്ന് വിചാരിക്കണ്ട. നിങ്ങൾ അനിയന്റെ പേരെന്താ? കുഞ്ഞു മുഹമ്മദ്. വിളിക്കലെന്താ? കുഞ്ഞാമത്. നിങ്ങളെ മകന്റെ പേരെന്താ? അഷ്റഫ്. ഓനെ വിളിക്കലെന്താ? അസർ. അർത്ഥം മാറിയില്ലേ? നിങ്ങൾ അർത്ഥം നോക്കിയിട്ട് പേരല്ലേ?